എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA മലയാള സാഹിത്യ പഠനം. ഷാരോണിലെ റോസാപ്പൂക്കൾ. ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായർ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് പി കൃഷ്ണപിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി 1920 ജനിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചു. കമ്മ്യൂണിസത്തോടൊപ്പം ദാർശനിക ചിന്തകളിലും താൽപ്പര്യം പുലർത്തി. ഒരേ സമയം പല പേരുകളിൽ എഴുതി. വത്സല MA, സാത്വികി, പ്രതാപചന്ദ്രൻ, ഫിലോമിന മാത്യു, കേണൽ പ്രസാദ്, ശ്രീകാന്ത് വർമ്മ എന്നീ തൂലികാനാമങ്ങളിൽ രചന നടത്തി. 12ലേറെ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി എന്ന തിരക്കഥയ്ക്ക് അവാർഡ് ലഭിച്ചു. നല്ല ചിത്രകാരൻ കൂടിയായ വൈക്കം സംഗീതം, അഭിനയം എന്നീ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. KPSCയിൽ നടനായിരുന്നു. 1978 മുതൽ 1981 വരെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു. ജാദുഗൃഹം എന്ന നാടകത്തിന് 1980 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പത്രപ്രവർത്തനം, സാഹിത്യം എന്നീ രംഗങ്ങളിലെ മികച്ച സംഭാവനകൾക്ക് സ്വദേശാഭിമാനി പുരസ്കാരവും ലഭിച്ചു. അക്ഷരങ്ങൾ എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് ഷാരോണിലെ റോസാപ്പൂക്കൾ. ആശയത്തിലേക്ക് കടക്കാം. യാദൃച്ഛികമായ ഒരു കണ്ടുമുട്ടലിൻ്റെ അവിസ്മരണീയമായ ആവിഷ്കാരമാണ് ഷാരോണിലെ റോസാപ്പൂക്കൾ. പത്രപ്രവർത്തകനായ ലേഖകനോട് മുൻകൈയെടുത്ത് സംസാരിച്ചത് ക്രിസ്റ്റീൻ അഹ്റോൺ എന്ന യുവതിയായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയായ ഒരു ടൂറിസ്റ്റാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സംഭാഷണം തുടങ്ങിയത്. പ്രണയപരാജയം സംഭവിച്ച തനിക്കിനി ജീവിക്കാൻ അർഹതയില്ല, അതുകൊണ്ട് താൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും സൂചിപ്പിച്ചു. പേരും നാടും ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബ പശ്ചാത്തലം വിവരിച്ചു. പട്ടാളത്തിൽ എഞ്ചിനീയറായിരുന്ന അച്ഛൻ 1958 ഒരു അപകടത്തിൽപ്പെട്ടാണ് മരിച്ചത്. ഏക സഹോദരൻ മോഷെ അഹ്റോൺ കോളേജ് അധ്യാപകനാണ്. അമ്മ സഹോദരനോടൊപ്പം ടെൽ അവീവിൽ താമസിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട അമ്മയും യഹൂദ വിഭാഗക്കാരനായ അച്ഛനും ആയതുകൊണ്ട് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. ബോംബെയിൽ താൻ എത്തിച്ചേരാനിടയായ കാരണവും ലേഖകനോട് വിവരിക്കുന്നു. താൻ സ്നേഹിച്ച വ്യക്തിയെ തേടിയുള്ള യാത്രയാണിത്. മാത്രമല്ല, ഇനി അയാളെ കണ്ടെത്താൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവൾക്ക് ബോധ്യമായിരിക്കുന്നു. അവൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചെങ്കിലും പോകുന്നത് നാട്ടിലേക്കല്ല, യെരുശലേമിലെ പിതാവായ യഹോവയുടെ നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മരണത്തെ ആത്മഹത്യയായി ചിന്തിക്കാൻ അവൾ തയ്യാറായില്ല. ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട ഒരു ഭാരം ചുമന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ബിരുദം ലഭിക്കാൻ കാത്തിരിക്കുകയാണ് ക്രിസ്റ്റീൻ അഹ്റോൺ. സലിൽ മുഖർജിയോടൊപ്പം ഇനി ജീവിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഈ ലോകത്തു നിന്ന് എത്രയും പെട്ടെന്ന് മോചനം നേടാനാണ് അവൾ ആഗ്രഹിച്ചത്. തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അവരുടെ മാനസിക നിലപാട് എന്തായിരിക്കും എന്നറിയാൻ ലേഖകനും ആകാംക്ഷ ഉണ്ടായി. നിങ്ങളുടെ സ്നേഹിതൻ വിട്ടുപിരിയാനുള്ള കാരണം എന്താണ്? ലേഖകൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ അവർ കണ്ടുമുട്ടിയത് മുതലുള്ള വസ്തുതകൾ പറഞ്ഞു തുടങ്ങി. 1961 സലീൽ മുഖർജിയെ യോർദാൻ നദിയുടെ തീരത്തുള്ള സർവകലാശാലയിൽ വെച്ച് ആദ്യമായി കാണുന്നത്. പുരാവസ്തു സഹകരണ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനിടയിലാണ് അവർ പരിചയപ്പെടുന്നത്. യോർദാൻ നദീതീരത്തിലെ ബ്ലാ ഹൊറൈസൺ റെസ്റ്റോറൻറ്റിലെ പരിചയം പിന്നീട് പിരിയാൻ വയ്യാത്ത അവസ്ഥയിലായി. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ സ്നേഹബന്ധം വീട്ടുകാരോടും പറഞ്ഞിരുന്നു. എന്നാൽ 1965 ശേഷം സലീൽ മുഖർജിയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കാലത്തിന് ശേഷം നാഗാർജുനകൊണ്ടയിലേക്ക് പോവുകയാണെന്നും പിന്നീട് ബോംബെയിൽ സ്ഥിരതാമസമാക്കുമെന്നും എഴുതിയിരുന്നു. അതിനുശേഷം ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. ഈ വിവരം അറിഞ്ഞതുകൊണ്ടാണ് ക്രിസ്റ്റീൻ അഹ്റോൺ ബോംബെയിൽ എത്തിയത്. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അതിൽ സൂചിപ്പിച്ചതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. ചിത്രകാരനായ അയാൾ അവിടുത്തെ അണക്കെട്ടിലും
പരിസരങ്ങളിലും വേനലിലും മഞ്ഞിലും മഴയിലും ചിത്രങ്ങൾ വരച്ചതായി അറിഞ്ഞു. പിന്നീട് അവിടെ നിന്നും ആരോടും യാത്ര പറയാതെ പോയി. ബോംബെയിലെത്തി വീണ്ടും അന്വേഷിച്ചതിൽ നിന്നും ജെ സ്കൂൾ ഓഫ് ആർട്സിൽ നിത്യസന്ദർശകനായിരുന്നു സലീൽ മുഖർജിയെന്ന് മനസ്സിലാക്കി. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് ജെ സ്കൂൾ ഓഫ് ആർട്സിനടുത്തുള്ള വീട്ടിൽ വെച്ച് ചിത്രകാരിയായ ഒരു യുവതിയെ അദ്ദേഹം വിവാഹം ചെയ്തതായും മനസ്സിലാക്കി. തൻ്റെ ജീവിത പങ്കാളിയെ ഇനി തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയാണ് ഉറച്ച തീരുമാനമെടുത്തത്. ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്ന് ലേഖകന് കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ലേഖകന് മദിരാശിയിലേക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ യാത്രയായി. അസ്വസ്ഥമായിരുന്നു അയാളുടെ മനസ്സ്. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ് അവളുടെ ആത്മഹത്യയെക്കുറിച്ച് അറിഞ്ഞത്. ഒരു സ്നേഹബന്ധത്തിൻ്റെ ദുരന്ത പര്യവസാനത്തിന് സാക്ഷിയാകേണ്ടി വന്ന ലേഖകൻ്റെ നിസ്സഹായതയാണ് കൽപ്പിത കഥയേക്കാൾ വികാരഭരിതമായ ഒരു മനുഷ്യാനുഭവമായി ഈ ആഖ്യാനത്തെ മാറ്റുന്നത്. മിസ് അഹ്റോനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നോ എന്ന ചോദ്യം ഇന്നും എൻ്റെ മനസ്സിൽ ഉയരാറുണ്ട്. അതിനൊരു മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.